വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഓക്കെ ഗായ്സ്, അല്ല നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഇൻട്രോ കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ നിങ്ങൾ പറയുന്നത് നമുക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. കാരണം എൻ്റെ ഇൻട്രോ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ അത്രയും കാറി പൊളിച്ചാണ് ഇൻട്രോ പറയാറ്. അല്ലാതെ ഞാൻ ഇന്നിങ്ങനെ പറയുമ്പോൾ ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് പ്രശ്നമല്ല. എനിക്ക് പനി പിടിച്ചു ഗൈസ്. അതും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എല്ലാം പനി പിടിക്കുന്നത്. കാരണം ഞാൻ ഈ 2025 ഞാൻ ഏറ്റവും വെയിറ്റ് ചെയ്യുന്ന ദിവസമാണ് എൻ്റെ ബർത്ത്ഡേ. അതായത് ഡിസംബർ 27 എൻ്റെ ബർത്ത്ഡേ ആണ്. അയ്യോ, ഞാൻ ഏറ്റവും വെയിറ്റ് ചെയ്യുന്ന ദിവസമാണ്. നോക്കുമ്പോൾ കറക്റ്റ് എനിക്ക് വന്ന് പനി പിടിച്ച്. അതുകൊണ്ട് കുളിക്കാനും ആയില്ല. രാവിലെ അമ്പലത്തിൽ പോകണം ഒക്കെ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. പക്ഷെ പനി പിടിച്ച് കുളിക്കാൻ അമ്പലത്തിൽ പോകാനാവില്ലല്ലോ. അതുകൊണ്ട് അമ്പലത്തിലും പോകാനായില്ല. ഫുള്ള് സങ്കടമായി പോയി. ഫുള്ള് പനിയും ക്ഷീണവും. 15ാമത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ഗ്രാൻഡ് ആക്കണം, എല്ലാവരെയും വിളിച്ചിട്ട് നല്ല അടിപൊളി ആക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷെ ലാസ്റ്റ് പിടിച്ച പനി കാരണം ഒന്നും നടന്നില്ല. ഈ പനി വന്നതുകൊണ്ട് ഞാൻ എളീച്ചിക്കില്ലായിരുന്നു. ഞാനാണ് ഇത്രയും നേരം കിടക്കല്ല. എനിക്ക് തോന്നുന്നു ടൈം ഇപ്പോൾ ഒരു 10 മണീൻ്റെ അടുത്തായിട്ടുണ്ട്. ഞാനവിടെ കിടപ്പ് തന്നെയായിരുന്നു. ബെഡിൽ കിടന്നിട്ട് ഞാൻ സ്റ്റാറ്റസ്, നമ്മളെ ബർത്ത്ഡേന് സ്റ്റാറ്റസ് ഇട്ടവർക്കും വിഷ് ഇട്ടവർക്കൊക്കെ റിപ്ലൈസ് കൊടുത്തോണ്ടിരിക്കാനും. എല്ലാവരും മുത്ത് വന്ന് വിളിച്ചോണ്ടല്ല, ബർത്ത്ഡേ അല്ലേ ചേച്ചി വാ, നമുക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് രണ്ട് വീഡിയോസ് എടുക്കുക, ഫോട്ടോ എടുക്കുക, അങ്ങനെ കിടക്കല്ലേ, അങ്ങനെ ആകിയല്ലേ എന്നൊക്കെ പറഞ്ഞ് എല്ലാം കുത്തിപ്പൊക്കി എളിപ്പിച്ചോണ്ടല്ലോ മുത്ത്. എനിക്കാണെ അത്രയ്ക്ക് ക്ഷീണമായിട്ട് എനിക്ക് ഒന്നും പറ്റുന്നില്ല ഗൈസ്. ഫുള്ള് എന്തോ ഒരു ക്ഷീണം. ബലൂണ് പൊട്ടിയതാ ഗൈസ്. ബലൂണ് ഒരുത്തി ഇവിടെ നിന്ന് ഊതി കളിച്ചതല്ലോ. എന്ത് ചെയ്യാനോ, ഞാൻ അത്രയും വെയിറ്റ് ചെയ്തൊരു ദിവസം ഇങ്ങനെ പനി പിടിക്കില്ല ഞാൻ വിചാരിച്ചില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രാൻഡ് ആക്കാൻ തീരുമാനിച്ച തീരുമാനങ്ങളൊക്കെ മാറ്റി. നമ്മളാരെയും വിളിച്ചൊന്നുമില്ല, നമ്മളെ മാത്രമേ ഉള്ളൂ. നമ്മളെ 4 ആളും മാത്രമേ ഉള്ളൂ. നമ്മളെ എല്ലാവരെയും വിളിച്ച് നല്ല അടിപൊളി ആക്കണം എന്നൊക്കെ വിചാരിച്ചാലും 15th ബർത്ത്ഡേ ആയതുകൊണ്ട്, 15ാമത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് എന്ത് ചെയ്യാനാ, ഈ പനി കാരണം ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് നമ്മളൊരു ചെറിയ തോതിലുള്ളൊരു ബർത്ത്ഡേ ആണ് ആഘോഷിക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അല്ലേ നമുക്ക് എന്തായാലും പോയിട്ടില്ലേ ഒന്ന് കുളിക്കാൻ പറ്റൂലെങ്കിലും പോയിട്ടൊന്ന് ഒരുങ്ങിയിട്ടൊക്കെ വരാം ഗൈസ്. അല്ല, എൻ്റെ ഔട്ട്ഫിറ്റ് ഇതാ നല്ല പർപ്പിൾ ഒരു കോട്ട് സെറ്റ് പോലത്തെ ഡ്രസ്സാണ് ഞാൻ ഈ പ്രാവശ്യം എടുത്ത് വെറൈറ്റി ആക്കിയതാണ്. എല്ലാ പ്രാവശ്യം നമ്മൾ ഫ്രോക്കൊക്കെ അല്ലേ എടുക്കുന്നത്. അതിന് ഈ പ്രാവശ്യം നമ്മൾ സിമ്പിളായിട്ടൊരു കോട്ട് സെറ്റ് പോലെയാണ് എടുത്തിട്ടുള്ളത്. എങ്ങനെയുണ്ട് കമൻറ്റ് ഇടുന്നത്. ഈ കളറാണ് എനിക്ക് അധികം ഇല്ലാത്ത, ഈ വെള്ള ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് കൂടി വരുന്ന കളർ എനിക്ക് അധികം ഇല്ലാത്തതാണ്. അതായത് നമ്മൾ വിചാരിച്ച എന്തായാലും ഈ കളറൊക്കെ എടുക്കാറ്. സോ ഗൈസ്, ഇത് നമുക്ക് പോയി ചില്ലറ മേക്കപ്പ് ചെയ്യണം. അതുപോലെ തന്നെ കുളിക്കാത്ത മുടിയിലൊക്കെ സെറ്റാക്കണം. പനി പിടിച്ചുകൊണ്ടാണ് ഗൈസ്, അല്ലെങ്കിൽ നമുക്ക് സെറ്റാക്കാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയി ഗ്രാൻഡായിട്ട് അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇപ്പോൾ അടുത്ത പ്രാവശ്യം ആട്ടെ ഗൈസ്. അങ്ങനെ ഒരു കുഞ്ഞ് മേക്കപ്പ് ആയിട്ടുണ്ട്. നമ്മൾ അത്ര വലിയ മേക്കപ്പ് ഒന്നും ചെയ്യില്ല, ചെറിയൊരു മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് പോയിട്ട് കുറച്ച് റീലും വീഡിയോസൊക്കെ എടുക്കാം. അധികമൊന്നും എടുക്കാനാവില്ല. ഇപ്പോൾ ഗുളികയൊക്കെ കുടിച്ച് ചായ കുടിച്ചാലും ഗുളികയൊക്കെ കുടിച്ചപ്പോൾ ലേശം ഒന്ന് ഉഷാറായിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വെയിലത്തിറങ്ങിയാലും മിക്കവാറും ഉച്ചയാകുമ്പോഴത്തേക്കും വലിയ ക്ഷീണമാവാൻ ചാൻസ് ഉണ്ട്. എങ്കിലും നമുക്ക് 2-3 ഫോട്ടോസൊക്കെ എടുക്കാം ഗൈസ്. നമ്മൾ ഡെക്കറേഷൻ പരിപാടി കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചു. ആദ്യം ഡെക്കറേഷൻ ചെയ്യാൻ വെച്ച് നോക്കുമ്പോൾ ടൈം നോക്കിയപ്പോൾ ഈ ടൈം ഫുഡ് കഴിക്കാനായിട്ടുണ്ട്. അതായത് നമുക്ക് നേരിൽ ബർത്ത്ഡേ സ്പെഷ്യൽ മന്തി കഴിക്കാം ഗൈസ്. അങ്ങനെ അച്ഛൻ്റെ സ്പെഷ്യൽ നല്ല അടിപൊളി മന്തി ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് കാണിച്ചിരുതാ. ആഹാ, നല്ല മണം വരുന്നുണ്ട് ഗൈസ്. ദേ വാ, അച്ഛൻ പെട്ടെന്ന് ഉണ്ടാക്കിയ നല്ല സ്പെഷ്യലായിട്ട് എൻ്റെ ബർത്ത്ഡേൻ്റെ സ്പെഷ്യൽ മന്തിയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, എങ്ങനെയുണ്ട് ഗൈസ്? ഇതിൻ്റെ റെസിപ്പി വേണമെന്നുള്ളവർ പറഞ്ഞാൽ മതി. നമ്മൾ അടുത്ത പ്രാവശ്യം ഇതിൻ്റെ റെസിപ്പി ഇടുന്നതാണ് കേട്ടോ. ഇപ്പം തന്നെ മണമൊക്കെ മൂക്കിലടിക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് നേരെ കഴിക്കാൻ പോവാം. കാണിച്ചു തരാൻ മറന്നുപോയി ഗൈസ്. നമ്മളെ മന്തി മാത്രമല്ല സ്പെഷ്യൽ, മന്തിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കുന്നത് അതിൻ്റെ കൂടെ അത്രയും സ്പെഷ്യലായിട്ടുള്ള സാധനങ്ങളാണ്. ഇതേ നല്ല അടിപൊളി ചുട്ടരച്ച തക്കാളി ചമ്മന്തിയും പിന്നെ തൈരും പിന്നെ ദേ നമ്മുടെ സ്വന്തം മയോണീസും ഉണ്ട്. അങ്ങനെ ഇത്രയാണ് നമ്മൾ മന്തിയുടെ കൂടെ സൈഡായിട്ടും കഴിക്കാനുള്ളത്. അതായത് ഇന്നത്തെ എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യൽ ഫുഡ് ഇതാണ് ഗൈസ്. ഇതാ നമ്മുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ലഞ്ച് ഇതേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കഴിക്കാം. ഞാൻ നേരത്തെ കഴിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഇങ്ങനെ 2-3 ആൾക്കാരെ ഞാനങ്ങ് മറന്നു പോയല്ലോ. ഇനി നമുക്ക് വേഗം ഫുഡ് കഴിക്കാം. ഇതിൻ്റെ മണമെല്ലാം മുക്കിലോട്ട് വരുമ്പോൾ തന്നെ ആഹാ, ഇത് വേഗം കഴിക്കാം. നമുക്ക് കഴിച്ചിട്ട് നമുക്ക് മന്തി കഴിക്കാം. ഞാനാണല്ലോ അന്നത്തെ താരം. എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും വാരിത്തരാൻ പോവാണ് എനിക്കൊരു മന്തി. ഫസ്റ്റ് തന്നെ അച്ഛനാണ് വാരിത്തള്ളത്. ഓക്കെ, ആഹാ, മന്തി വായിലിട്ടപ്പോൾ തന്നെ ഗൈസ് നല്ല കിടിലോസ്കി ടേസ്റ്റാണ്. അങ്ങനെ 2ാമത്തെ വായു അച്ഛൻ തന്നെയാണ് തന്നത്. ഇനി അടുത്തതായിട്ട് അമ്മയാണ് വാരിത്തരാൻ പോകുന്നത് ഗൈസ്. അങ്ങനെ 2 പേരും വാരിത്തന്നപ്പോൾ തന്നെ എൻ്റെ വാഹം നിറഞ്ഞു കഴിഞ്ഞ്. പിന്നെ ഞാൻ അത് ചവച്ചിറക്കുന്നതിന് മുമ്പ് നമ്മുടെ മുത്തുക്കുട്ടിയും വന്നിട്ടുണ്ട്. മുത്തുക്കുട്ടിയും കൂടെ വാരിത്തന്നപ്പം എൻ്റെ വാതി ഫുള്ളായിട്ടുണ്ട്. മുത്തിനതിലെ കടക്കാനാവില്ല ഗൈസ്. ഗൈസ് ഒന്നും പറയാനില്ല, കിടിലോസ്കി ടേസ്റ്റ് ആയിരുന്നു.
വാ സൂപ്പറാണ് ഗൈസ്. എന്തോ ഭാഗ്യത്തിന് പനി പിടിച്ചിട്ടും എൻ്റെ ടേസ്റ്റ് ഒന്നും പോയില്ല. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് ഡെക്കറേഷൻ പരിപാടിയിലോട്ട് ഏർപ്പെട്ടിട്ടുണ്ട്. ഇത് കണ്ടോ ഗൈസ്, ഈ ബാനറിൽ അവരില്ലേ ഹാപ്പി ബർത്ത്ഡേ ആണ് തന്നിട്ടുള്ളത്. കാരണം ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പിയിലൊക്കെ എല്ലാ ലെറ്റർ ഉണ്ട്. പക്ഷെ ബർത്ത്ഡേയിൽ ആറ് തന്നില്ല. എന്ത് ദുഷ്ടത്തിനാണിത്? ഫുൾ പൈസ വാങ്ങിയിട്ട് അതിൽ ലെറ്റർ 6 ഇല്ല എന്ന് പറയുന്നത്. ബർത്ത്ഡേ സ്പെല്ലിങ് അറിയില്ലാന്ന് തോന്നുന്നില്ല അവ. എന്ത് ചെയ്യും ഗൈസ്, ഹാപ്പി ബർത്ത്ഡേ ഇതല്ലേ വരുമോ? എന്തായാലും നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. പഴയ ബാനറിൽ 6 എടുക്കേണ്ടി വരും, അല്ലെ ഹാപ്പി ബർത്ത്ഡേയിലാക്കേണ്ടി വരും. 6 ഇല്ലാത്തോണ്ട് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ആക്കി. കളിച്ചെടുക്ക് പർപ്പിൾ ഹാപ്പി ബർത്ത്ഡേ. അതുകൂടി വാങ്ങേണ്ടി വരില്ലേ? കറക്റ്റ് പർപ്പിൾ കറക്റ്റ് ഗൈസ്. അങ്ങനെ നമ്മൾ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു കേക്ക് കട്ടിങ് ആണ്. ഞാൻ നിങ്ങൾക്ക് ഡെക്കറേഷൻ കാണിച്ചു തരാവേ. സിമ്പിൾ ഡെക്കറേഷൻ ആണ് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഈ പ്രാവശ്യം നല്ല സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ്. ഇത് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാപ്പി ഡേ ആണ്. ഓക്കെ, സിമ്പിളായിട്ട് നമ്മൾ ചെറിയൊരു ഡെക്കറേഷനാണ് ചെയ്തിട്ടുള്ളൂ. എങ്ങനെയുണ്ട് ഗൈസ്, ഇഷ്ടപ്പെട്ടോ? ആദ്യം എൻ്റെ പ്ലാൻ എന്ന് വെച്ചാൽ പർപ്പിൾ ഡ്രസ്സാണ്. പർപ്പിൾ എന്ന് പറയുമ്പോൾ ലൈറ്റ് പർപ്പിളൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു പിൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ക്യൂട്ട് കളേഴ്സാണ്. അതുകൊണ്ട് ഞാൻ ഒരു ക്യൂട്ട് എന്താ പറയുക ബർത്ത്ഡേൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡെക്കറേഷനൊക്കെയാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ നമ്മളെല്ലാവരും വീഡിയോസ് കാണില്ല, ഇങ്ങനെ റിബൺ ഇങ്ങനെ നമ്മളെ ഡ്രസ്സിൻ്റെ അതേ കളർ അല്ലെങ്കിൽ പർപ്പിൾ റിബണൊക്കെ ഇങ്ങനെ ഇത് ബട്ടർഫ്ലൈ പോലെ ആക്കിയിട്ട് ഇങ്ങനെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഒട്ടിച്ചിട്ട് ഉള്ളൊരു ഡെക്കറേഷൻ ക്യൂട്ട് പിൻട്രസ്റ്റി ആയിട്ട് ഞാനും അതായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഈ പേരാമ്പ്ര ബാലുശ്ശേരി എനിക്ക് തോന്നുന്നത് നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഏകദേശം ഫുൾ അരിച്ചു പെറുക്കിയിട്ട് പർപ്പിളിലൊരു സാധനം കിട്ടാനില്ല. പിന്നെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മൾ ചെറിയൊരു ഡെക്കറേഷൻ ചെയ്താൽ ഗൈസ്. ആ പർപ്പിൾ ബാനർ തന്നെ കിട്ടിയത് ഒരുപാട് തപ്പിയിട്ടാ. പർപ്പിൾ കളർ എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. അതുപോലെ തന്നെ കേക്കും കുറേ ഞങ്ങൾ പർപ്പിളും തപ്പിലാണല്ലോ. എവിടല്ലേ കേക്കും പർപ്പിൾ കിട്ടിയില്ല. ഇതേ നമ്മുടെ ബർത്ത്ഡേ കേക്ക്. ഇതാണ് ഗൈസ് എൻ്റെ ബർത്ത്ഡേ കേക്ക്. എങ്ങനെയുണ്ട്? ഇതാ നല്ല അടിപൊളി കേക്കാണ്. ഇപ്രാവശ്യം നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റും റെഡ് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ഒന്നും എടുത്തില്ല. അതിലൊക്കെ ഒരു മാറ്റമായിട്ടാണ് നമ്മൾ ഈ കേക്ക് എടുത്തത്. ഇതിൻ്റെ നെയിം എനിക്ക് എക്സാക്റ്റ് അറിയത്തില്ല ഗൈസ്, ബട്ട് കാണാൻ നല്ല രസമുണ്ട്. ഇനിയാണ് നമ്മുടെ ആഘോഷം. ഗൈസ്, ഇനി ഞാനൊന്നും പറയണ്ടല്ലോ. ഇനി അടുത്തതായി നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ എന്നെ വിഷ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദി കേട്ടോ. നേരെ കണ്ടോളൂ. ഗൈസ്, അങ്ങനെ നമ്മൾ കേക്കൊക്കെ മുറിച്ച് അച്ഛനും അമ്മയ്ക്കും കൊടുത്ത് ഞാനും കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ മുത്തുക്കുട്ടിക്കും കൊടുത്തു. വേഗം മുത്തുക്കുട്ടിക്കും കൊടുത്തിട്ട് മുത്തുക്കുട്ടി കൊടുത്തപാട് തന്നെ എൻ്റെ മുഖത്തും തേച്ചിരിക്കും നല്ല ഡെക്കറേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെ അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഇത്രയും പേരെന്നെ കഷ്ടപ്പെട്ട് വിഷൊക്കെ ചെയ്തല്ലേ, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ വക ബർത്ത്ഡേ കേക്ക് എല്ലാവർക്കും കിട്ടിയല്ലോ. ഗൈസ്, ഇനി നമ്മൾ അടുത്തതായി വെയിറ്റ് ചെയ്തിട്ടുള്ള ഗിഫ്റ്റുകളാണ്. ഗൈസ്, ഇനി അടുത്തതായിട്ട് ഗിഫ്റ്റുകൾ തരാൻ പോവാണ്. ഫസ്റ്റ് തന്നെ എനിക്ക് ഗിഫ്റ്റ് തരാൻ പോകുന്നത് അച്ഛനാണ്. വാ, താങ്ക് യു ഗൈസ്. അങ്ങനെ അച്ഛൻ ഗിഫ്റ്റൊക്കെ തന്നു. ഇനി അടുത്തതായിട്ട് അമ്മ ഗിഫ്റ്റ് തരാൻ പോവാണ്. ഗൈസ്, വീഡിയോയ്ക്ക് ലെങ്ത് കൂടിയത് കൊണ്ടാണ് ഞാൻ അൺബോക്സിങ്ങിൽ കാണിക്കാത്തത്. അൺബോക്സിങ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അങ്ങനെ അമ്മയും വന്ന് എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നു. താങ്ക് യു. ഇനി അടുത്തതായിട്ട് ഞാൻ ഏറ്റവും വെയിറ്റ് ചെയ്ത ഗിഫ്റ്റാണ് ഗൈസ്. ഞാൻ ഇനി വരാൻ പോകുന്നത് ഞാൻ ഏറ്റവും വെയിറ്റ് ചെയ്ത ഗിഫ്റ്റാണ്. കാരണം എൻ്റെ ബർത്ത്ഡേ December 27 ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒക്ടോബർ തൊട്ടങ്ങാൻ എനിക്ക് വേണ്ടിയുള്ള ഗിഫ്റ്റുകൾ ഉണ്ടാക്കുന്ന ഒരാളുണ്ട്. ഞാൻ നിങ്ങൾക്ക് ലൈവിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു റൂം ഓളെ ഏറ്റെടുത്ത് എന്നെ അവിടെ കയറ്റോ പോലെ ആടി ഇരുന്ന ഓളെ പ്രിപ്പറേഷൻസ് ഒക്കെ. അല്ലെങ്കിൽ അടുത്ത മുത്തിൻ്റെ ഗിഫ്റ്റാണ്. ഞാൻ ഏറ്റവും വെയിറ്റ് ചെയ്യുന്നത് മുത്തിൻ്റെ ഗിഫ്റ്റാണ്. നമുക്ക് മുത്തിൻ്റെ ഗിഫ്റ്റ് വെക്കാം. ഓക്കെ, വന്നോ? അമ്മേ, ഹാമ്പർ പോലെയൊക്കെ ഉണ്ടാക്കി. അവളാള് പുലിട്ടോ. നല്ല രസമുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നോക്കണം. എന്ത് ഭംഗിയാ. പിൻട്രസ്റ്റ് ബർത്ത്ഡേ ആക്കണം എന്ന് വെച്ചപ്പോൾ അത് കറക്റ്റ് ആയിട്ടല്ലടാ. എന്ത് ഭംഗിയാ. അതാ നമുക്കിനി തുറന്നു നോക്കട്ടോ. മൊത്തം സഹായിച്ചു കൊടുക്ക്. എന്ത് ഭംഗി. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയടോ? കുഞ്ഞിപ്പന്നോ അത് അറിയോ? ഇതിന്റെ ചക്കട പൊന്നാണ്. എനിക്ക് അവളെന്ന് തോന്നുന്നു. ആരെങ്കിലും ഒരു നേരം കട്ടിച്ചോളിയായിട്ട് കെട്ടി വെച്ച്
അത് വേറെ നീച്ചത് വിളിക്കും. ഇതെന്ത് ഗ്ലൂഗണ്ണാണോ അല്ലെ ഒരുക്കിയതാണോ? പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തതാണെന്ന് കിട്ടി ഒരേ ഷെയ്ഡ് ഹായ് ക്ലിപ്പ് വാ നോക്ക്. അധികം കാണാത്ത കളർ നമ്മള് വെള്ളായ അതൊക്കെ ഇല്ലേ കാണുക. ക്ലിപ്പ് ഇത് ഇങ്ങനെ കാട്ട്. ക്ലിപ്പ് സ്കൈ ബ്ലൂ. അടുത്തത് മുത്തെനിക്ക് തന്നിട്ട് ഒരു അടിപൊളി സ്കൈ ബ്ലൂ കളറുള്ള ഒരു വളയാണ് ഗൈസ്. എന്തോ ഭംഗി ഗൈസ്, കാണാൻ നല്ല സ്കൈ ബ്ലൂ കളറിലൊക്കെ നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. ഇനി നമുക്ക് അടുത്ത ഗിഫ്റ്റ് നോക്കാം. ആട് ഗിഫ്റ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഗൈസ്. അടുത്ത ക്ലിപ്പ് ഇതാ. രണ്ട് ക്ലിപ്പാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇത് കൊറേ ദിവസമായി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. എന്താ അതിനെന്താ എത്ര ദിവസമായി? കാർഡ് ഇതാ, ഹാൻഡ് മെയ്ഡ് കാർഡുകളുണ്ട്. അത് ആദ്യം ഈ ഹേർട്ട് ഇങ്ങനെ എടുക്കണേ. തുറക്ക്. അമ്മേ ഞാനിന്ന് കണ്ട വീഡിയോ എന്ത് ഭംഗിയോ നല്ല നോക്കണേ. എന്ത് ഭംഗിയത് ഇതാല്. എന്ത് ഭംഗിതാ, അടിപൊളിടാ. ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ സിസ്റ്റർ, ഐ ആം സോ ലക്കി ടു ഹാവ് യു ലൈക്ക് യു. അടിപൊളി. ഞാനിത് ഇറങ്ങിട്ടൊന്നുണ്ടായിക്കില്ല. അടുത്തതാ ഹാപ്പി ബർത്ത്ഡേ മൈ സിസ്റ്റർ. തുറക്കാനാവൂലേ? അയ്യോ പറഞ്ഞു പോവല്ലോ ഞാന്. പെയിന്റ് പക്ഷെ ഞാൻ ഉണ്ടാക്കിയപ്പോ ഇങ്ങനെയല്ലേ നല്ല ലെയറായിട്ട് അതിനുള്ളില്ല. അത് ഞാനൊരു ഇതിന് വേണ്ടി അതിനുള്ളില്ല. ഞാൻ ഫസ്റ്റ് വെച്ച മിഠായി ഫസ്റ്റ് ഉണ്ടാക്കിയത് ഏതാ? അതല്ലവാ പറയുന്നുണ്ട്. പിന്നെ തുറക്ക് പിന്നെ വാ തുറക്കടി, ഇത്ര കഷ്ടപ്പെട്ടല്ലേ തിന്നടി. പിന്നെ തുറക്ക് പിന്നെ തുറക്കാം. ഓക്കേ ഓക്കേ ഇഷ്ടപ്പെട്ട ഗൈസ് ഇത് കണ്ടോ പോപ്പർ ഓടിച്ചപ്പോൾ സോഫേൻ്റെ അവസ്ഥ. നമ്മുടെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു. അടുത്തതായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ബർത്ത്ഡേൻ്റെ നാളെ ഇവിടെ പള്ളിപ്പെരുന്നാൾ. അന്നേരം നമുക്കിനി പള്ളിപ്പെരുന്നാൾ കാണാൻ പോയാലോ. നേരെ അങ്ങോട്ട് വാ ഫോക്സ്.